ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കേവലം 15 ദിവസം മാത്രമാണ് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇടവം സ്വന്തം ക്ഷേത്രമാകുന്നു ശുക്രൻ്റെ. ഇടവവും തുലാം രാശിയുമാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഇടവം സ്വക്ഷേത്രമാണ്, തുലാം രാശി മൂലക്ഷേത്രവുമാണ്. പിന്നീട് ഉച്ചക്ഷേത്രം വരുന്നത് മീനം, അപ്രകാരം നീചക്ഷേത്രം വരുന്നത് അതിൻ്റെ 7ാം ഭാവമായ കന്നി. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, അത് വിവാഹ വിഷയമായ പ്രണയ വിഷയമായാലും അപ്രകാരം തന്നെ ആഭരണങ്ങൾ, വാഹനം, നല്ല ഫർണിച്ചറുകൾ, വീട് വൃത്തിയാക്കൽ, വീടിന് പെയിൻ്റ് അടിക്കൽ, പുതിയ ഭൂമി വാങ്ങി വീട് വെക്കുക, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാണ്. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുക. പഴയത് എടുത്ത് പുതുക്കി നന്നാക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. ശുക്രൻ ദേവാചാര്യനെ പോലെ തന്നെ അസുരാചാര്യനാണ്. പക്ഷേ 2 വ്യത്യാസങ്ങൾ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ജാതകത്തിൽ 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഒറ്റ ഫലം മാത്രമേ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? സുഖി എന്നാണ്. അത് ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും. 400-ൽ താഴെ ശ്ലോകങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വരാഹമിഹിര ആചാര്യൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഞാനിതാ ശാസ്ത്രമാകുന്ന ഒരു തോണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് സ്വൽപ്പമാണ്, വൃത്തവിചിത്രമാണ്, ധാരാളം വൃത്തങ്ങളുണ്ട്. അർത്ഥബഹുളം, ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും സുഖി എന്ന ഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സുഖത്തോടു കൂടിയിരിക്കും. 4ാം ഭാവം സുഖഭാവമാണ്. അതിനാൽ ഭൗതികമായ സുഖം ശുക്രനും ആത്മീയമായ സുഖം വ്യാഴവും നൽകും. ഏതായാലും നമുക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള രാശി മാറ്റം, ഇടവൻ രാശിയിൽ ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ശുക്രൻ്റെ ആശ്രയഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ആശ്രയഫലമാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭവു പ്രതിത അഭയ സിതേ സ്വേ. സ്വേ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സിതൻ ശുക്രൻ എന്ത് പ്രദാനം ചെയ്യുന്നു? സുബലം, സുമതി, സുധനം. നല്ല ബുദ്ധി, നല്ല ബലം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നു. നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കും, അധികാരിയുടെ പ്രിയത്തിന് പാത്രമാകും. സ്വജന വിഭുഹു, സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വം വരും. അത്ര നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുക്രൻ മേടമാസം 30-ാം തീയതി, അതായത് മെയ് 14-ാം തീയതിയാണ് മിഥുനത്തിലേക്ക് ചാരവശാൽ പകർന്നു പോകുന്നത്. അതുവരെ ഈ ശുക്രൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ കുംഭൻ രാശിക്കാർക്ക് നിൽക്കുന്നത് 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് അവരുടെ വീട്, സുഖഭോഗങ്ങൾ, അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, വാഹനം. 2 അവരുടെ ഭാഗ്യം, പിതാവ്, സൗഭാഗ്യങ്ങൾ, ഉപാസന, തപസ്, ഗുരുക്കന്മാർ, ഇവയൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ്. ഇവിടെ ശുക്രൻ ദിഗ്ബലവാനായി 4ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഭൂമി വാങ്ങാൻ ഏറ്റവും അനുകൂല സമയമാണ്. പൂർവികമായ സ്വത്ത് തനിക്ക് ലഭിക്കും. അമ്മാവന്മാരുടെ സ്വത്ത് തനിക്ക് ലഭിക്കുക, അല്ലെങ്കിൽ പൈതൃകമായിട്ട് ലഭിക്കുന്ന, പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്ത് വാങ്ങുക, തൻ്റെ പേരിലാക്കുക ഏറ്റവും നല്ലതാണ്. വീട് റെനോവേറ്റ് ചെയ്യുക, വിവാഹത്തിന് വേണ്ടി വീട്ടിൽ പെയിൻ്റ് അടിക്കുക, പുതിയ സുഹൃത്തുക്കൾ വരിക, ജീവിതം വളരെയധികം സൗഹൃദത്തിലൂടെ മുന്നോട്ട് നയിക്കപ്പെടുന്ന സമയമാണ്. പഴയ കാറ് വാങ്ങി പുതിയ കാറൊക്കെ വാങ്ങാൻ അനുകൂലമായ സമയമാണ്. നല്ല നല്ല സൗഹൃദങ്ങളിലൂടെ തനിക്ക് ഗുണം വരും. അതിനു പുറമെ പൈതൃകമായ എല്ലാ ഗുണങ്ങളും വരിക, ഗുരുവിൻ്റെ സൗഹൃദങ്ങൾ ഉണ്ടാവുക, നമുക്ക് അപ്രാപ്യമായ ഗുരുജനങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് വരിക, നമുക്ക് അംഗീകാരം ലഭിക്കുക,
ഏറ്റവും നല്ല സമയമാണ് കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു സമയം, മെയ് 15 വരെയുള്ള സമയം. അതിനാൽ എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപരിച്ച് മുന്നോട്ട് നീങ്ങുക. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ ശുക്രനാൽ എന്ന് അറിയുക. ഒരു ബുദ്ധിമുട്ടുകളും കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല. അതിനാൽ എല്ലാം പ്ലാൻ ചെയ്ത് തയ്യാറാക്കി മുന്നോട്ട് നയിക്കണം. കാരണം ജൂൺ 1 മുതൽ കുംഭൻ രാശിക്കാർക്ക് വ്യാഴം 6-ാം ഭാവത്തിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല. അതിനാൽ ഈ ഒരു മാസക്കാലം കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാക്കി കുംഭൻ രാശിക്കാർ മുന്നോട്ട് ശ്രമിക്കുക. സൗഹൃദത്തിലൂടെ പലപ്പോഴും ദൂരയാത്ര ചെയ്യുമ്പോൾ സുഹൃത്തായിരിക്കും വഴികാട്ടിയാവുക, അല്ലെങ്കിൽ ചില സൗഹൃദ കച്ചവടത്തിലൂടെ തനിക്ക് മുന്നോട്ട് പോകാം. ഉത്സാഹിക്കുക. എല്ലാവിധ നന്മകളും നേരുന്നു.